കേരളത്തിൽ ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്നൊരു മുദ്രാവാക്യം കിട്ടും. പിന്നീട് സുശീല ഗോപാലൻ കേരളം ഭരിക്കുന്നു കേട്ടു. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 3.0 വന്നാലും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരണമെന്നില്ല. കാരണം നേരത്തെ VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അന്ന് VS ജയിച്ചാൽ പാർട്ടി തോൽക്കും, പാർട്ടി ജയിച്ചാൽ VS തോക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ 1996 EK നയനാർ മുഖ്യമന്ത്രിയായ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. രാമേന്ദ്ര സാറൊക്കെ അത് റിപ്പോർട്ട് ചെയ്തത് കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ വീണ്ടും പിണറായി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. എങ്ങനെയാണ് സാറേ ഈ പഴയ കാലവും പുതിയ കാലവും കൂടെ ഒന്ന് കണക്ട് ചെയ്യുക? പിണറായി വിജയൻ മോഹൻലാലുമായിട്ടൊരു അഭിമുഖം നടത്തിയപ്പോൾ ഒരു സന്യാസിയുടെ മനസ്സുള്ള ആളാണ് എന്ന് അവകാശപ്പെട്ടിരുന്നല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം മറ്റേ സ്ഥാനത്യാഗം ചെയ്യേണ്ടതാണ്. കാരണം ഇനിയുള്ളത് VD സതീശന് വനവാസത്തിന് പോകേണ്ടി വരുമല്ലോ LDF അധികാരത്തിൽ വന്നാല്. അപ്പൊ വേണമെങ്കിൽ ഒന്നിച്ചു പോകാമല്ലോ അവർക്ക്. സന്യാസം സ്വീകരിച്ച് ദീക്ഷയൊക്കെ എടുത്ത് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് പോകുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, മമ്മൂട്ടി വേണ്ട, മോഹൻലാലും മതി അഭിമുഖത്തിന് എന്നൊക്കെ തീരുമാനിച്ചതിൻ്റെ പുറകിൽ തന്നെ ഒരു രാഷ്ട്രീയമൊക്കെ ഉണ്ടല്ലോ. ആ ഹിന്ദുത്വ വോട്ടുകളും കൂടിയൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം പറയുന്നതാണ്. സംസ്കൃത ശ്ലോകം ചൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കാണേണ്ടത് അദ്ദേഹം ഒരു ആത്മീയപാത ആഗ്രഹിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരാൾ മുഖ്യമന്ത്രിയാകണം എന്ന് വേണമെങ്കിൽ ആഗ്രഹിക്കാം, വേറൊരാളെ നിർദ്ദേശിക്കാം. അദ്ദേഹത്തിന് തന്നെ വേണമെങ്കിൽ KK ശൈലജയെ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യാം. പേരാവൂരിൽ ജയിക്കണം എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ മാരാരിക്കുളത്ത് 1996 VS തോറ്റുപോയി. 1965 വോട്ടിന് പ്രത്യേകിച്ച് ആരും പരിഗണിക്കാത്ത PJ ഫ്രാൻസിസിനെ ഞാൻ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ വക്കീലാണ്, അങ്ങനെ വലിയ കേസൊന്നും ഉള്ള ആളല്ല. അപ്പോൾ ഫ്രാൻസിസ് നേരത്തെ ഗൗരിയമ്മയ്ക്കെതിരെയൊക്കെ മത്സരിച്ച് തോറ്റിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ബലിയാടാണ് ഈ PJ ഫ്രാൻസിസ്. അങ്ങനെ ഒരു ശക്തനായ ഒരാൾക്കെതിരെ, ജയിക്കുന്ന ഉറപ്പുള്ള ഒരാൾക്കെതിരെ എപ്പോഴും കോൺഗ്രസ് നിർത്തുന്ന ഒരാളാണ് ഈ PJ ഫ്രാൻസിസ്. ആ PJ ഫ്രാൻസിസ് ആണ് അന്ന് മാരാരിക്കുളത്ത് VSനെ തോൽപ്പിക്കുന്നത്. അത് കാലുവാരിയിലാണെന്നുള്ള വലിയ സംശയമുണ്ടോ? എന്നിട്ടും 1965 വോട്ടിനാണ് ജയിക്കുന്നത്. തോറ്റുപോയി. അതിന് തൊട്ട് മുമ്പാണ് കുമാരനാശാൻ പട്ടുംപളയും ജോർജ് ആറാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് EMS ഒരാവശ്യമില്ലാത്തൊരു സാഹിത്യ സിദ്ധാന്തം അപ്പം പറഞ്ഞത്. ചുമ്മാ ശൂന്യത എന്നെടുക്കുകയാണെന്നേ. കുമാരനാശാൻ പട്ടുംപളയും മേടിച്ചു എന്ന് ഈഴവരെ അകറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഈ ചർച്ച. തെരഞ്ഞെടുപ്പിൽ ആരും കുമാരനാശാനെ പറ്റി അന്ന് ബോധേടല്ല. ആ സമയത്ത് ഒരു സാഹിത്യ സാധനം കൊണ്ടുവന്നിട്ട് മാരാരിക്കുളത്തുനിന്നാ പിന്നെ ഇവർ എതിർത്ത് വോട്ട് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളെ അങ്ങനെ അകറ്റുമൊക്കെ ചെയ്ത് തോൽപ്പിച്ചു. അന്നായില്ല. അന്നാണ് എന്നാ പിന്നെ സുശീല ഗോപാലനാണ് എന്ന് ഈ CITU ഗ്രൂപ്പ് ഉണ്ടല്ലോ, CPMന്റെ അകത്തെ KN രവീന്ദ്ര, MM ലോറൻസ് ഇത്യാദികൾ, പിന്നെ വിജയചന്ദ്രൻ എന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ ബുദ്ധിജീവിയായിട്ടൊരാൾ എടപ്പള്ളിയിൽ ഉണ്ടായിരുന്നു, K വിജയചന്ദ്രൻ. ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട്. അപ്പം ഇവരെല്ലാവരും കൂടി സുശീല ഗോപാലനായിരിക്കും ഇനി മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു. അത് മറ്റേ സെക്രട്ടേറിയറ്റിലും ഇങ്ങനെ തീരുമാനിച്ചു പാർട്ടി. എന്നിട്ട് ഇത് മറ്റേ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയാണ്. സുശീല ഗോപാലനെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നായനാര് സംസ്ഥാന കമ്മിറ്റിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എങ്കിൽ ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വേറൊരാൾ മത്സരിക്കാനുണ്ട് എന്നുള്ളത് പാനൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞാലും പിന്നെ ഇത് വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. ആര് എന്നുള്ള വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. രഹസ്യ വോട്ടെടുപ്പോ പരസ്യമായിട്ടോ ഒക്കെ നടക്കാം. പൊതുവെ രഹസ്യ വോട്ടെടുപ്പൊക്കെ നടക്കും. അന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പിന്നെ സസ്പെൻസ്. ഇത് കുറേ മണിക്കൂറുകളങ്ങ് പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം ഞാൻ നായനാരെ വീട്ടിൽ പോയി കണ്ടു. നായനാരാണ് ജയിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യത വേണമല്ലോ. ഇത്ര വോട്ടിനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും.
ഞാൻ നായനാരോട് ചോദിച്ചു എത്ര ആയിരുന്നു വോട്ട്, ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതൊന്ന് പറഞ്ഞ അത് 2 വോട്ടായിരുന്നു അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, പക്ഷെ നീ എഴുതുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് എഴുതിയാൽ ഞാനോ മറ്റോ പറഞ്ഞു തന്ന ആളുകൾ വിചാരിക്കും, അതുകൊണ്ടൊരു 1/2 ഡസൻ എഴുതിക്കോ എന്ന് പറഞ്ഞു. ഞാൻ 1/2 ഡസൻ വോട്ടിനാണ് സുശീല ഗോപാലിനെ തോൽപ്പിച്ചത് എന്ന് മനോരമയിൽ എഴുതി. ബാക്കി എല്ലാ പത്രത്തിലും 2 വോട്ടിനാണ് സത്യസന്ധമായിട്ട് വരികയും ചെയ്തു. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. പിന്നെ കൃത്യമായിട്ടുള്ളത് ആര് സഹായിക്കണ്ടെന്ന് തീരുമാനിച്ചു പിന്നീടല്ലേ. അതെ അതെ. അല്ല, അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ബാക്കി എല്ലാ പത്രത്തിലും 2 വരികയും ഒരെണ്ണത്തിൽ 6 വരികയും ചെയ്താൽ എങ്കിൽ ഇതായിരിക്കും യഥാർത്ഥത്തിൽ മറ്റേത് എല്ലാം ഒരേപോലെ കൊടുത്താൽ 1/2 ഡസനായിരിക്കും ശരിയെന്നും ആളുകൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അതും തോന്നാം. അങ്ങനെയും വരാം. അപ്പൊ അങ്ങനെ ഈ പ്രശ്നം വരുമ്പോൾ ഇപ്പോൾ സിനുജി പറഞ്ഞതിൽ നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ളത്, പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ, വേറൊരാള് എങ്കിൽ ഞാനും മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാമല്ലോ, അതിനുള്ള സാധ്യതയില്ലേ? അല്ല, ഇപ്പോ ശൈലജ ടീച്ചർക്ക് അങ്ങനെ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ടുള്ള ധൈര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ പൊതുവെ വന്നിരിക്കുന്ന സാഹചര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആകാം. സംസ്ഥാന കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചൂടെ? അല്ല സാർ, അങ്ങനെ വേണമല്ലോ. വനിതാ സംവരണമൊക്കെ ബില്ലൊക്കെ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ മറ്റാരെങ്കിലും ശൈലജ ടീച്ചറുടെ പേര് പറയല്ലോ. ശൈലജ ടീച്ചറെ നമുക്കൊക്കെ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചെടുക്കാം, നമ്മളൊരു വനിതാ മുഖ്യമന്ത്രി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? വേറൊരാൾ വരാമല്ലോ എന്ന്. അപ്പൊ PK ശ്യാമള എഴുന്നേറ്റ് നിൽക്കുകയാണ്, എന്നാൽ ഞാൻ മത്സരിക്കുന്നു. MP ഗോവിന്ദൻ ഭാര്യയോട് പറഞ്ഞിട്ടേ ഇതൊക്കെ ആകാമല്ലോ. ഇപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രശ്നമുണ്ടല്ലേ? ശരി, പിണറായിയെ എതിർത്ത് വോട്ടെടുപ്പ് ഉണ്ടാവുമല്ലോ. വോട്ടെടുപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വരെ കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അന്വേഷണം ആ വോട്ടെടുപ്പിലൂടെ കാണാം. അങ്ങനെ വരാലോ, വേണമെങ്കിൽ വരാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതല്ല, ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ തന്നെയായിരിക്കും എന്ത് അതല്ല ഇപ്പൊ മുഖ്യമന്ത്രി. ചർച്ചകളൊന്നുമില്ല. അല്ല സാർ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ 2 ടേം പൂർത്തിയാക്കി. മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയനാണ് ഈ പാർട്ടിയെ കൃത്യമായി അച്ചടക്കത്തിലൂടെ കൊണ്ടുപോകുന്നതെന്നും മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിനും പ്രായാധിക്യമായി വരികയാണ്. ആ സമയത്ത് പിണറായി വിജയനെ ഇഷ്ടമില്ലാത്ത അല്ലെ പിണറായി വിജയനെ എതിർക്കുന്ന കുറേ അധികം നേതാക്കളുണ്ട്. അവർ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് ഇനി മുന്നോട്ട് പാർട്ടിക്ക് പോയിക്കൂടെ? അങ്ങനെ സംഭവിക്കാമല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നില്ല, പകരം മറ്റൊരാൾ വരട്ടെ മുഖ്യമന്ത്രിയായിട്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ എതിർക്കുന്നവർ കൂടി നിന്നിട്ട് ശരി നമുക്ക് വോട്ടെടുപ്പിലേക്ക് പോകാം എന്നെങ്കിൽ ആര് വരും? അപ്പോൾ ശൈലജ X or Y അങ്ങനെ ഒരു പേര് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചുകൂടെ? മുമ്പ് ദേശീയ തലത്തിൽ ഒരെണ്ണം ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. VP സിംഗ് നയിക്കുന്നു. രാജീവ് ഗാന്ധി ബോഫോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് രാജീവ് ഗാന്ധി ചോർഹെ എന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു മുദ്രാവാക്യം. സിംഗ് ഒറ്റ ലൈനല്ലേ രാജീവ് ഗാന്ധി ചോർഹെ, കള്ളനാണ്, ഭയങ്കരമായിട്ട് ഏറ്റുപിടിച്ചു, ചെറിയ മുദ്രാവാക്യമല്ലേ. അത് കഴിഞ്ഞ് VP സിംഗ് പ്രധാനമന്ത്രിയാവുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. എന്നിട്ട് ഇവരുടെ യോഗം നടക്കുകയാണ്. യോഗം നടക്കുമ്പോൾ VP സിംഗ് പറയുകയാണ്, ഞാൻ പ്രധാനമന്ത്രി ആകാനില്ല, ഞാൻ ദേവിലാലിനെ നിർദ്ദേശിക്കുന്നു. ഇന്ത്യ ഞെട്ടിപ്പോയി. പിന്നെ സംഗതി മാറി, VP സിംഗ് തന്നെ പ്രധാനമന്ത്രിക്കാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങനെ VP സിംഗ് പറഞ്ഞതുപോലെ ഞാനില്ല, ഇനി വേറൊരാൾ വരട്ടെ എന്ന് പിണറായിക്ക് പറയാം. അല്ല, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഈ സാധ്യതകളിലേക്കൊക്കെ പോവാം. അല്ല, ഇതിനകത്ത് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ 1996 കാര്യം പറയുമ്പോൾ EK നയനാർ സ്വന്തം ഇഷ്ടപ്രകാരം എഴുന്നേറ്റ് നിന്നാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ സ്വന്തമായിട്ട് നിന്നല്ല. അല്ല, അതാണ് അന്ന് VS ഗ്രൂപ്പ് ഉണ്ടല്ലോ. VS ഗ്രൂപ്പ് VS തോറ്റു. പക്ഷെ VS ഗ്രൂപ്പ് അന്ന് നായനാരെ പ്രിഫർ ചെയ്യുന്നു. അവര് നേരത്തെ ചർച്ചയൊക്കെ നടന്നു, അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ചൊരു ചർച്ച നടന്ന കാര്യമൊക്കെ നായനാർ സദാനന്ദ അത് കൃത്യമായിട്ട് VS ഓപ്പറേറ്റ് ചെയ്ത. അല്ല, അതുപോലെ നടന്നുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു ഓപ്പറേഷൻ ആയിരുന്നില്ലേ? അത്തരം ഓപ്പറേഷൻ ഒന്നും ഇപ്പൊ VS ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കണ്ണൂരിൽ നിന്ന് തന്നെ ഒരാളെ അവര് കണ്ടെത്തുകയാണ്. ഇതിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കണ്ണൂരിൽ അല്ല, ഇതിന്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണ്? കണ്ണൂരിൽ നിന്ന് വരാം അല്ലേ? പക്ഷേ ആദ്യം വേണ്ടത് അവിടെ
സണ്ണി ജോസഫ് തോക്കുകയും ശൈലജ ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. LDF ഭരണത്തിലെത്തണം. അല്ല, അങ്ങനെ വന്നാലേ ഈ ചർച്ചകൾക്കൊക്കെ എന്തെങ്കിലും പ്രസക്തി അല്ല, ഉള്ളൂ. ഈ ശൈലജ എന്നതിനപ്പുറത്തേക്ക് അപ്പൊ പിന്നെ ശൈലജ അല്ലാത്ത ഒരാളെ കണ്ടുപിടിക്കണം. പിന്നെ ശ്യാമളയല്ലേ കാണാൻ. അതാണല്ലോ അല്ലാതെ വനിതാ മുഖ്യമന്ത്രി വേണ്ടല്ലോ, മറ്റൊരാളിലേക്ക് വന്നുകൂടെ? ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ മാറിയിട്ട് കുറച്ചുകൂടെ ചെറുപ്പമുള്ള ഒരാൾ വരട്ടെ. ഇപ്പം M രാജു എങ്ങനെയാണ് ഇപ്പം ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുന്നു, ചില കാര്യങ്ങൾ ഇടപെടലൊക്കെ നടത്തുന്നു. അപ്പൊ പറയപ്പെടുന്നത് എന്താണ്? ഇത്തവണ LDF ഭരണത്തിലേക്ക് വരിക കൂടി ചെയ്താൽ MV ഗോവിന്ദന്റെ പാർട്ടി സെക്രട്ടറി എന്നുള്ള സ്ഥാനം നഷ്ടപ്പെടും എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിക്ക് പകരം ഈ അല്ല, പിണറായിക്ക് ഈ പകരം MV ഗോവിന്ദന് പകരം ഒരു സെക്രട്ടറി വേണ്ടേ നമുക്ക്? വേണം. അപ്പം പിണറായി വിജയന് പകരം ഒരു മുഖ്യമന്ത്രി ഒരു വേണ്ടേ? ഗംഭീര സാധ്യതയുണ്ട്. ആ. അതെന്താണെന്നറിയാമോ? മുഖ്യമന്ത്രി ആകാൻ യോഗ്യനാണെന്നുള്ള വിശ്വാസം MV ഗോവിന്ദനുണ്ടല്ലോ. MV ഗോവിന്ദൻ ഞാൻ മത്സരിക്കുന്നു എന്ന് പറയുന്നു എന്നിരിക്കട്ടെ, ഗോവിന്ദൻ തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നിരിക്കട്ടെ കണ്ണൂരിലെ ഇന്നത്തെ അന്തരീക്ഷത്തിൽ. അങ്ങനെയാണെങ്കിൽ PK ശ്യാമളയെ അതിനുവേണ്ടി തളിപ്പറമ്പിൽ നിർത്തിയതായിക്കൂടെ? ശ്യാമള രാജിവെക്കുന്നു, ഉപതെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ മത്സരിച്ച് ജയിക്കുന്നു. നല്ല സാധ്യതയില്ലേ? അതൊരു സാധ്യതയാണ്. അപ്പോൾ കാലാകാലമായിട്ട് കാത്തു വെച്ചിരുന്ന MV ഗോവിന്ദന്റെ ഒരു നീക്കം സക്സസ് ആകുന്നു എന്നുകൂടി പറഞ്ഞു വെക്കാം. അല്ല, അവിടെ പക്ഷേ ഈ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോസിബിലിറ്റി ഉണ്ടല്ലേ, ആ പോസിബിലിറ്റി നടക്കില്ലല്ലേ? അതിന് നടക്കില്ല. വേറൊരാളെ കണ്ടുപിടിക്കണം. അത്ര അത് ശരിക്കും മറ്റേ ശൈലജ അല്ലാതെ വേറൊരാളെ ഇപ്പൊ അതിൽ നിന്ന് എടുക്കാനില്ലല്ലോ. ഇല്ല, അത് അവർക്കും അറിയാം. പിന്നെ പി രാജീവ്, KN ബാലഗോപാൽ ഇങ്ങനെ തപ്പേണ്ടി വരുമല്ലോ. അത് അവരൊക്കെ ഈ പ്രതിപക്ഷ നേതാവായിരുന്നു ആലോചിക്കുന്ന സമയത്തെ ഈ രാജീവും അതേപോലെ തന്നെ ബാലഗോപാലൊക്കെ പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള അതിൽ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നോട് സഖാക്കൾ പറഞ്ഞു. TP രാമകൃഷ്ണൻ. അതെ. ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, കോൺഗ്രസിലെ പോലെ തന്നെ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകാം എന്ന് പറഞ്ഞൊരു ചർച്ച വന്നുകൂടെ? ഈ പറഞ്ഞ ആളുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് MA ബേബിയുടെ പേര് ഉയർത്തിക്കൊണ്ടുവന്നുകൂടാ? ഒരു സാധ്യതയില്ലേ? അപ്പൊ കാലാകാലങ്ങളായിട്ടുള്ള കണ്ണൂർ ലോബിയുടെ ആ സ്വാധീനം അവിടെ ഇടിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു സാധ്യത ഉണ്ടല്ലേ? കണ്ണൂരിൽ നിന്ന് വേണ്ട, വേറെ ഒരു സ്ഥലത്തുനിന്ന് ആകട്ടെ, ന്യൂനപക്ഷ സമുദായം. അല്ല, ഇങ്ങനെ പല രീതിയിലും വരാം ചർച്ചകൾ. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ ഈ സെക്രട്ടറിയുടെ കാര്യത്തിലും കണ്ണൂർ ജില്ലയിൽ നിന്നല്ലാത്തൊരു സെക്രട്ടറിയെ കുറിച്ചുള്ള ചിന്തകൾ CPM-നകത്ത് നടക്കുന്നുണ്ട്. കണ്ണൂരിൻ്റെ ഒരു ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കുഞ്ഞികൃഷ്ണൻ്റെ മതിൽ വിളിച്ചു. അപ്പോൾ ഈ ജനാധിപത്യ പ്രക്രിയയിലേക്ക് CPM-നെ കൊണ്ടുപോകാൻ നല്ലത് ഇനി കണ്ണൂരിൽ നിന്ന് ഒരു സെക്രട്ടറി വേണ്ട, പകരം തെക്കൻ ജില്ലയിൽ നിന്ന് എവിടെയെങ്കിലും ആകട്ടെ എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട്, ചർച്ചകൾ വരുന്നുണ്ട്. ചർച്ചയൊക്കെ ഉണ്ട്. അതെ, ആ സാധ്യതകളും അന്വേഷിക്കുന്നുണ്ട് ശരിക്കും. അങ്ങനെ വരുമ്പോൾ തെക്ക് നിന്ന് ശരിക്കും നോക്കാവുന്ന പേരുകളുടെ കൂട്ടത്തിൽ MA ബേബി, തോമസ് ഐസക് തുടങ്ങിയ ആളുകളൊക്കെ ആണല്ലോ. അവരൊക്കെ നേരത്തെ മന്ത്രിമാരുമായിരുന്നു അല്ലേ? ബേബി വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്നു. തോമസ് ഐസക് ആണെന്ന് വെച്ചാൽ ധനകാര്യമന്ത്രിയായിരുന്നു. അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ആകാം. അതെ, ചർച്ചകളല്ലേ, ചർച്ചകളുടെ സാധ്യതകളുടെ വഴികൾ തുറക്കട്ടെ. അതെ. അപ്പൊ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പിണറായിയുടെ യാത്ര അത്ര സുഗമമല്ല എന്നുകൂടി നമ്മൾ കണക്കാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.